ILTS സ്ഥാപനമായ അജ്നോറയിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത പണം പിടികൂടി. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു റെയ്ഡ്? കഴിഞ്ഞ 3 വർഷമായി ഈ സ്ഥാപനം നികുതി വെട്ടിപ്പ് നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. 12 സ്ഥാപനങ്ങളിലാണ്, ഇവരുടെ 12 ബ്രാഞ്ചുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കൊച്ചിയിൽ ഇടപ്പള്ളിയിലെ ബ്രാഞ്ചിൽ ഉൾപ്പെടെ പരിശോധന നടക്കുകയാണ്. പ്രാഥമിക പരിശോധനയിൽ തന്നെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതായിട്ടാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഫയലുകൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. റെയ്ഡ് ആദ്യഘട്ടം കടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും രാത്രി വരെ റെയ്ഡ് തുടരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മാത്രമാകും എത്ര രൂപയുടെ നികുതി വെട്ടിപ്പ് കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് നടത്തി എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ചേരുകയാണ്. അജ്നോറയിൽ വ്യാപകമായ റെയ്ഡാണ് നടന്നിരിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ശ്യാംകുമാർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്യാം, ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഈ രീതിയിലുള്ള റെയ്ഡ് വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? പ്രമുഖ ILTS സ്ഥാപനമായ അജ്നോറയിലാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നിരിക്കുന്നത്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയ്ഡ് എന്നാണ് വ്യക്തമാകുന്നത്. കണക്കിൽപ്പെടാത്ത പണം പിടികൂടിയിട്ടുണ്ട്. ശ്യാംകുമാർ, എന്തൊക്കെയാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്? എത്ര സമയം വരെ ഈ റെയ്ഡ് നീളും എന്നാണ് കണക്കാക്കുന്നത്? നിലവിൽ റെയ്ഡ് ആരംഭിച്ചിട്ട് 1 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് 12 ബ്രാഞ്ചുകളിൽ, ഈ സ്ഥാപനത്തിന് 12 ബ്രാഞ്ചുകളിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയമാണ് റെയ്ഡ് ആരംഭിച്ചത്. കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് സംസ്ഥാന വ്യാപകമായി തന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും റെയ്ഡ് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ പിടിച്ചെടുത്ത രേഖകളുടെ പ്രാഥമിക പരിശോധനയിലാണ് 3 വർഷമായി സ്ഥാപനം കൃത്യമായ നികുതി അടവ് ഇല്ലായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എത്ര കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് എന്ന് ഇനിയും സ്ഥിരീകരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ റെയ്ഡ് കൂടുതൽ സമയം മുന്നോട്ട് പോകും, രാത്രി വരെ നീളാൻ സാധ്യതയുണ്ട്, കൂടുതൽ രേഖകൾ പിടിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിൽ വലിയ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. എത്ര രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നു എന്നുള്ളത് റെയ്ഡ് അവസാനിച്ച ശേഷം മാത്രമാവും കൃത്യമായി പറയാൻ സാധിക്കുക. ശ്യാം, സംസ്ഥാനത്തിന് പുറത്തും ഈ രീതിയിൽ റെയ്ഡ് നടക്കുന്നുണ്ടോ? നിലവിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരപ്രകാരം സംസ്ഥാനത്തിന് പുറത്തുള്ള റെയ്ഡിന്റെ വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ സംസ്ഥാനത്തിനകത്ത് 12 ബ്രാഞ്ചുകളിൽ ഈ സ്ഥാപനത്തിന്റെ റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായത്. ഈ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിലൊന്നാണ്, ഇത്തരം പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളിലൊന്നാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരേണ്ട നികുതിയും വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് ആദായ നികുതി വകുപ്പിന്റെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തെ പരിശോധനയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ ഇന്ന് സംസ്ഥാനത്ത് 12 സ്ഥാപനങ്ങളിൽ 12 ബ്രാഞ്ചുകളിൽ ഇവരുടെ റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. നികുതി വെട്ടിപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് എത്ര രൂപയുടെ നികുതി വെട്ടിപ്പ് എന്നുള്ളത് അടക്കം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകൾ മാത്രമാകും ലഭ്യമാവുക. പ്രമുഖ ILTS സ്ഥാപനമായ അജ്നോറയുടെ വിവിധ ബ്രാഞ്ചുകളിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുകയാണ്. 12ഓളം കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. എന്തായാലും വായ്പ ആദായ നികുതി വെട്ടിപ്പ് എന്ന രീതിയിലുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി ഏത് രീതിയിലാണ് ഈ കണക്കുകൾ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയും മണിക്കൂറുകൾ നീണ്ടേക്കാം ഈ റെയ്ഡ് എന്നാണ് വ്യക്തമാകുന്നത്. ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, ഈ 12 കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? ഇതിൽ അധികാരികൾ അജ്നോറയെ നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അവർ എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? നിലവിൽ ഈ പരിശോധന ആരംഭിച്ച ശേഷം സംസ്ഥാനത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള ബ്രാഞ്ചുകൾ ഉൾപ്പെടെയാണ് ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും അടക്കം പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്ഥാപനവുമായി നമുക്ക് ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ റെയ്ഡ് നടക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ കൊച്ചി സോണൽ ഓഫീസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് എന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നികുതി വെട്ടിപ്പ് നടന്നു എന്നുള്ളത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ പ്രാഥമിക ഫയലുകൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ സംഘം ശേഖരിക്കുകയാണ്. ഏകദേശം ഒരേ സമയം കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ നടക്കുന്ന റെയ്ഡ് ആയതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ IT ഉദ്യോഗസ്ഥരെ ഈ റെയ്ഡിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ നികുതി വെട്ടിപ്പിന്റെ വിവരങ്ങൾ ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തെ വിവരങ്ങൾ, അത് നികുതി വെട്ടിപ്പിന്റെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമെടുക്കും. ഈ കണക്കുകൾ ശേഖരിക്കുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ ഈ റെയ്ഡ് ഏതായാലും ഇത് 8 മണിക്കൂറിന് മുകളിൽ ഈ പരിശോധന പോകുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാത്രി വളരെ വൈകിയാകും ഈ പരിശോധനകൾ അവസാനിക്കുക. അതിനുശേഷം മാത്രമാകും
എത്ര രൂപയുടെ നികുതി വെട്ടിപ്പ് പ്രാഥമികമായി നടന്നു എന്നുള്ളതിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വലിയ നികുതി വെട്ടിപ്പ് നടന്നിരിക്കുന്നു. പക്ഷേ അത് ആദായ നികുതി വകുപ്പ് തന്നെയാണ് സ്ഥിരീകരിക്കേണ്ടത്. അതിനുശേഷം മാത്രമാകും അത് എത്ര രൂപയുടെ നികുതി വെട്ടിപ്പ് എന്ന് പുറത്തു പറയാൻ സാധിക്കുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.